അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പറയുന്നവർക്ക് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമും നിലവിലുള്ള ഒരു നാടാണ് നമ്മുടേത്. പക്ഷേ ഇവിടെ അഴിമതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളവർ, അതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞവർ, അവർക്കെതിരായിട്ടാണ് അന്വേഷണം. അഴിമതി വിരുദ്ധ സർക്കാരാണെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ അനോണിമസ് ആയിക്കോട്ടെ, ഏതൊരു ഇൻഫർമേഷൻ കിട്ടിയാലും അതിനെതിരെ ജെന്യുവിനായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടുന്നതിന് പകരം ഈ വിവരം കൊണ്ടുവന്നവർക്കെതിരെ ഈ നിയമങ്ങൾ നിലനിൽക്കുക ഈ വിവരം പറഞ്ഞവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് ശരിയാണോ? മിനിസ്റ്റർ സാർ, പരിപൂർണമായി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് ശ്രീ എം വിൻസെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ വിവരം തന്നവർക്കെതിരെ എന്ത് അന്വേഷണമാണ് നടന്നത് സാർ? ഈ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമാനമായിട്ടുള്ളൊരു കാര്യം അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ പരാതി ഇവിടെ എടുത്ത് വായിച്ചു. പരാതി എന്താണ്? പണപ്പിരിവ് നടത്തുന്നു എന്ന ആക്ഷേപത്തെക്കുറിച്ചും അതിനുള്ള നീക്കത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്നതാണ് DGPക്ക് കൊടുത്ത പരാതി. അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും, എല്ലാവരും ഞാൻ പറയില്ല, അപൂർവം ചില മാധ്യമങ്ങൾ, എല്ലാവരും അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടില്ല. പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? പ്രചരിപ്പിച്ചത് ഗൂഢാലോചനയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്, പണപ്പിരിവിനെ കുറിച്ചല്ല എന്നാണ്. എന്നാൽ ആ പരാതി ഇവിടെ സഭയിലെടുത്ത് വായിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ആ പ്രചരണം ഇപ്പൊ നടത്തുന്നില്ല. ഇപ്പൊ വീണ്ടും സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് DGPയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ശബ്ദരേഖയെക്കുറിച്ച്. നേരത്തെ കിട്ടിയ ഈ ഊരും പേരുമില്ലാത്ത പരാതിയായിട്ട് പോലും അന്വേഷിക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി. മറ്റേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.